പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ എണ്ണ കമ്പനികൾ മണ്ണെണ്ണ വില പുതുക്കി നിശ്ചയിച്ചത് മത്സ്യമേഖലയിൽ ഉണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധി. മണ്ണെണ്ണ വില 53 രൂപ വരെ വർദ്ധിക്കുമെന്നതിനാൽ കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇൻബോർഡ് വള്ളങ്ങളുടെ ഉടമകൾക്ക്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മണ്ണെണ്ണ ഉപയോഗിക്കുന്ന ഇൻബോർഡ് വള്ളങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ ഉപഭോഗത്തിലും സംസ്ഥാനം മുന്നിലാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകരമാകും വിധം കഴിഞ്ഞ മാസം വള്ളങ്ങൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി സംസ്ഥാന സർക്കാർ 25 രൂപയിൽ നിന്ന് 50 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ എണ്ണ കമ്പനികൾ വില പുതുക്കി നിശ്ചയിച്ചത് പ്രകാരം മത്സ്യഫെഡ് ഏപ്രിൽ 1 മുതൽ ലിറ്ററിന് 51.59 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ലിറ്ററിന് 102 രൂപയായിരുന്നു മുൻപത്തെ വില. ഇപ്പോഴത് 153.59 ആയിട്ടുണ്ട്. 10 HP എഞ്ചിനുള്ള വള്ളങ്ങൾ പ്രതിദിനം 140 ലിറ്റർ മണ്ണെണ്ണ വരെ ഉപയോഗിക്കുന്നുണ്ട്. 7000 രൂപ ഒരു ദിവസം ഇവർക്ക് ചെലവാകും. എന്നാൽ വിലവർധന പ്രാബല്യത്തിലാകുന്നതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ വൻ തുക അധികം ചെലവഴിക്കേണ്ടി വരുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മണ്ണെണ്ണയ്ക്ക് പുറമെ യുദ്ധ സാഹചര്യത്തിൽ വല നിർമ്മാണത്തിനുള്ള നൂലും കിട്ടാതായിട്ടുണ്ട്. ലഭ്യമായ നൂലിന് 1 കിലോയ്ക്ക് 30 മുതൽ 40 രൂപ വരെ വില വർദ്ധിക്കുകയും ചെയ്തു. ഇതും മത്സ്യമേഖലയ്ക്ക് തിരിച്ചടിയായി. മണ്ണെണ്ണയുടെ അടിസ്ഥാന വിലയായ 131.64 രൂപയ്ക്കൊപ്പം കേന്ദ്ര സംസ്ഥാന GST നിരക്കായ 9% തുക കൂടി വർദ്ധിപ്പിച്ചതാണ് വില കൂടാൻ ഇടയാക്കിയതെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും GST നിരക്ക് കുറച്ചാൽ തൊഴിലാളികൾക്ക് അത് ആശ്വാസമാകുമെന്നും ഇവർ പറയുന്നു. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്ന തീരുമാനം തിരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ ചൂണ്ടിക്കാട്ടി. മത്സ്യഫെഡിൽ സ്റ്റോക്കുള്ള മണ്ണെണ്ണ തീരും വരെ 102 രൂപയ്ക്ക് മണ്ണെണ്ണ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഓയിൽ കമ്പനികൾ നൽകുന്ന വിൽപ്പന വിലയ്ക്ക് തന്നെയാണ് മണ്ണെണ്ണ വിൽക്കുന്നതെന്നാണ് മത്സ്യഫെഡ് അധികൃതരുടെ വിശദീകരണം. മത്സ്യഫെഡിന് വില കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള അധികാരമില്ല. യുദ്ധത്തിന്റെ സാഹചര്യത്തിലുണ്ടായ വില വർധനയാണ് ഇത് എന്നും അവർ വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.